കൂടുതൽ MLA-മാരുടെ പിന്തുണ യോഗത്തിൽ മുന്നോട്ട് വെക്കുന്നു കെ.സി. വേണുഗോപാൽ പക്ഷം. അല്ലെങ്കിൽ കെ.സി. വേണുഗോപാൽ പോയ 5 വർഷം പ്രതിപക്ഷ നിരയിൽ നടത്തിയ പോരാട്ടം യുവജനങ്ങൾക്കിടയിലെ സ്വീകാര്യത അല്ലെങ്കിൽ പൊതുസ്വീകാര്യത അടക്കം മുന്നോട്ട് വെക്കുന്നു വി.ഡി. സതീശൻ. സീനിയോറിറ്റി എന്ന പ്രധാനപ്പെട്ട ഘടകം മുന്നോട്ട് വെക്കുന്നു രമേശ് ചെന്നിത്തല. അതിനിടയിൽ ഇപ്പോഴും തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലെന്ന് അറിയാൻ കഴിയുന്നു. സമയം 5 മണി 22 മിനിറ്റ് ആകുമ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് 22 മിനിറ്റ് ആകുന്നു ആ ചർച്ചകൾ തുടങ്ങിയിട്ട്. അധികം ആ തീരുമാനം വിനിത വിജയും ബൽറാമുണ്ട്. വിനിത, ഈ പറയുന്ന പ്രഖ്യാപനം ഇനി അധികം വൈകില്ല എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് ആ പ്രഖ്യാപനത്തിലേക്ക് എത്തുന്ന വഴികൾ എന്നത് മാത്രം പിടികിട്ടുന്നില്ല വിനിത. തീർച്ചയായും ഹാഷ്മി, ആ വഴികളിലേക്കുള്ള ഒരു ചർച്ച തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ചർച്ച. 1 മണിക്കൂർ 22 മിനിറ്റിലേക്ക് ചർച്ച എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ കെ.സിയുടെ ഒരു പേരിന് തന്നെയാണ് മുൻതൂക്കം. അത്തരമൊരു നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നു. പിന്നാലെ ആ നിർദ്ദേശത്തിന്മേലുള്ള അഭിപ്രായങ്ങൾ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് തേടിയിട്ടുണ്ട്. അതിൽ രമേശ് ചെന്നിത്തല സീനിയോറിറ്റി പരിഗണിക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചതായി തന്നെയാണ് സൂചനയുള്ളത്. ഒപ്പം തന്നെ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് അത് അദ്ദേഹത്തിന്റെ ഒരു കഠിന പ്രയത്നത്തിന്റെ ഒരു ഫലം എന്നത് തന്നെയാണ് അദ്ദേഹവും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ കേരള ചരിത്രത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു വിജയം അത് ഒരു ചരിത്രം തന്നെയാണ്. അതിലേക്കടക്കം എത്തിച്ചത് തന്റെ കഠിനാധ്വാനം കൊണ്ട് തന്നെ എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിനുള്ള ഒരു വലിയ ജനപിന്തുണ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹവും വി.ഡി. സതീശനും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഹൈക്കമാൻഡ് വളരെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. പക്ഷേ പൊതുവെ നമ്മൾ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകുമ്പോൾ അതിന് ചില രീതികളുണ്ട്. അത് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് ഉണ്ടാകും. ഇന്ന സമയത്ത് ഒരു പ്രസ് മീറ്റ് ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണും നേതാക്കളുടെ തരത്തിലേക്കുള്ളൊരു അറിയിപ്പൊക്കെ തന്നെ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ തന്നെയല്ലേ ബൽറാം? നമ്മൾ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഖർഗെയുടെ വസതിയിലാണ്. നേരത്തെയും ഖർഗെയുടെ വസതിയിൽ സമാനമായിട്ടുള്ള ചില പ്രസ് മീറ്റുകൾ നടത്തിയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ലെങ്കിൽ ACC-യിൽ മാധ്യമങ്ങളോട് ഒരു അറിയിപ്പുണ്ടാകും, അവിടെ ഇന്ന സമയത്ത് നേതാക്കൾ കാണുമെന്ന്. പക്ഷേ ഇപ്പോഴും അങ്ങനെയുള്ളൊരു ഒരുക്കമൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇല്ല, അത്തരത്തിൽ യാതൊരു ഒരുക്കവും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല. സാധാരണ നിലയിൽ ഇത്രത്തോളം വലിയ വിജയമുണ്ടായ ശേഷവും ഈ ദിവസങ്ങൾ നീണ്ട ചർച്ചകൾ, മാരത്തോൺ ചർച്ചകൾ ഉണ്ടാകുന്നു. ഒന്നിലേറെ നേതാക്കൾ മുഖ്യമന്ത്രി പദത്തിന് ക്ലെയിം ഉന്നയിച്ച് രംഗത്തെത്തുകയും അത് ചർച്ചയിലേക്കും തർക്കങ്ങളിലേക്കും നീങ്ങുകയും ചെയ്ത ശേഷം പിന്നീട് ഒരു ധാരണയിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അത് ഒന്നിച്ചൊരു വാർത്താ സമ്മേളനം, എല്ലാ നേതാക്കളെയും ഒന്നിച്ചിരുത്തി നേതൃത്വത്തിന്റെ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ ഒരു തീരുമാനം പ്രഖ്യാപിക്കുക, ഞങ്ങൾ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ് ഇത് എന്ന് പ്രഖ്യാപിക്കുക. അതിലൂടെ അണികളെ ഉൾപ്പെടെ പോസിറ്റീവായ ഒരു ദിശയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഹൈക്കമാൻഡ് തുടർന്ന് വരുന്ന രീതി എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ഒരു തീരുമാനത്തിലും പ്രഖ്യാപിക്കുന്നതിനും ഒരു വാർത്താ സമ്മേളനം വിളിക്കേണ്ട സമയമായിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ അത്തരത്തിലൊരു അറിയിപ്പ്, അത് വാർത്താ സമ്മേളനമായോ അല്ലെങ്കിൽ ഈ നേതാവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഏകകണ്ഠമായി എന്നുള്ള ഒരു കുറിപ്പായോ വാർത്താക്കുറിപ്പായോ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ധാരണയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. നേരത്തെ വിനീത റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നേതാക്കൾ ഈ കെ.സിയുടെ പേര് മുന്നോട്ട് വച്ചിരിക്കുന്നു ഹൈക്കമാൻഡ്. എങ്കിലും അതിലുള്ള എതിർപ്പുകൾ അല്ലെങ്കിൽ തങ്ങളുടെ അവകാശവാദങ്ങളും ഒരുമിച്ച് ഉന്നയിക്കുകയാണ് മറ്റ് 2 നേതാക്കൾ. ഇതിൽ വി.ഡി. സതീശൻ ഉന്നയിച്ച ഒരു പ്രധാന കാര്യം എന്നുള്ളത് 2021 കേരളത്തിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം താൻ ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ എവിടെയായിരുന്നു പാർട്ടി, എന്നാൽ ഇന്ന് ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതാണ്. അത്രത്തോളം വലിയൊരു വിജയം പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നു, മുന്നണിക്കുണ്ടായിരിക്കുന്നു. അതിൽ വ്യക്തമായ പങ്ക് തനിക്കുണ്ട്. താൻ തന്നെ മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു. ഭരണപക്ഷത്തിന്റെ ആക്രമണങ്ങളെ താൻ തന്നെയാണ് മുന്നിൽ നിന്ന് പ്രതിരോധിച്ചതും അവർക്കെതിരായ ആയുധങ്ങൾ കണ്ടെത്തിയതും ആക്രമണം നടത്തിയതും അതെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ ഫലമാണ് ഈ വിജയം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് കൃത്യമായ ക്ലെയിം ഉണ്ട് എന്നുള്ളതും അതേസമയം രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി അത് പരിഗണിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം 2021 അദ്ദേഹത്തിന് ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിലേക്ക് എത്തിച്ചിരുന്നില്ല. അതിൽ അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അതൃപ്തി കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹം നമ്മളോടൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു സീനിയോറിറ്റി സംബന്ധിച്ച പറഞ്ഞപ്പോൾ അദ്ദേഹം മന്ത്രിയൊക്കെയായി എത്തുന്ന അദ്ദേഹത്തിന്റെ 26-ാമത്തെയോ 28-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം എത്തുന്നത്. ആ സമയത്ത് ഇപ്പോഴുള്ള ഈ മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന മറ്റ് 2 നേതാക്കൾ വി.ഡിയും ഒപ്പം തന്നെ കെ.സിയും ഇരുവരും അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ അത് ഒരുപക്ഷെ ഈ RC ക്യാമ്പുകൾ തന്നെ പറയുന്നത് അങ്ങനെ ഒരു മുഖ്യമന്ത്രി എത്തുകയാണ് എങ്കിൽ വളരെ ജൂനിയർ ആയിട്ടുള്ളൊരു ആളായിരിക്കണം അങ്ങനെ RCയെ സംബന്ധിച്ച്
നോക്കുമ്പോൾ, രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ, അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ആ ക്യാബിനറ്റിലേക്ക് തന്നെ രമേശ് ചെന്നിത്തല ഉണ്ടായേക്കില്ല എന്ന ചില സൂചനകളൊക്കെ ആ ഘട്ടത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്താണ് ഹൈക്കമാൻഡിന്റെ മാനദണ്ഡം എന്നുള്ളത് തന്നെയാണല്ലോ. തീർച്ചയായും എന്താണ് ഹൈക്കമാൻഡിന്റെ ഒരു മാനദണ്ഡം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വൈകാരികമായാണ് കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നത്. 2016 പ്രതിപക്ഷ നേതാവായി തന്നെ ചുമതല ഏൽപ്പിച്ചു. അത് കൃത്യമായി തന്നെ നിർവഹിച്ചു. തന്റെ കടമ പൂർണ്ണമായും താൻ നിർവഹിച്ചിട്ടുണ്ട്. അന്ന് നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷം എന്ന നിലയിൽ ഭരണപക്ഷത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പലതും സത്യമാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ അദ്ദേഹം അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നിരുന്നു. തന്റെ കടമ താൻ കൃത്യമായി തന്നെ നിർവഹിച്ചു. എങ്കിൽ പോലും ഒരു തിരിച്ചുവരവ് ഉണ്ടായില്ല. തിരിച്ചു എത്താൻ മുന്നണിക്ക് 2021 കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഒരു ഘട്ടത്തിൽ എന്നാൽ മറ്റൊരു തന്നെക്കാൾ ജൂനിയറായ നേതാവിനെ പ്രതിപക്ഷ നേതാവായി ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തപ്പോൾ താൻ എതിർക്കാൻ നിൽക്കാതെ അത് പൂർണ്ണമായും അംഗീകരിച്ച ഒരു മുതിർന്ന നേതാവാണ്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ അത് ഉൾപ്പെടെ പരിഗണിച്ച് പൂർണ്ണമായും അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് എന്ന തന്റെ ചരിത്ര ഉൾപ്പെടെ പരിഗണിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. അതേസമയം KC വേണുഗോപാൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളും വ്യത്യസ്തമാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു വ്യക്തി നേടിയ വിജയമല്ല ഇത് എന്നും കൂട്ടായ ഒരു വിജയമാണ് എന്നും ഒപ്പം തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ താൻ എന്തെല്ലാം ചെയ്തു അത് മറ്റ് മുന്നണിയിൽ നിന്നും മറ്റ് പാർട്ടികളിൽ നിന്നും ആളുകളെ മുന്നണിയുടെ ഭാഗമായി സുധാകരനെയും കുഞ്ഞികൃഷ്ണനെ ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവന്നത് അടക്കമുള്ള ഇതിൽ തന്റെ പങ്ക് ഉൾപ്പെടെ KC വേണുഗോപാൽ വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിലൊക്കെ തന്നെ ചില അതിർത്തികൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പുറത്ത് വരാതെയും ഒപ്പം തന്നെ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത തരത്തിലും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസവും അത് തന്റെ ഒരു കഴിവെന്ന തരത്തിൽ തന്നെയാണ് KC ആ വിഷയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതെ, ഇത്തരത്തിലാണ് മൂന്ന് നേതാക്കളും വ്യക്തമായ ക്ലെയിം അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റ് നേതാക്കളാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഫോർമുല എന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ചാലഞ്ചിങ് ആയ ഒരു ടാസ്ക് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അത് എന്താണ്, അത്തരത്തിലൊരു ഫോർമുല എന്ത് എന്നുള്ളത് പ്രധാനമാണ്. പ്രത്യേകിച്ച് രണ്ട് നേതാക്കൾ രമേശ് ചെന്നിത്തലയും VD സതീശനും അവർ ഇരുവരും തങ്ങൾക്കപ്പുറം മറ്റൊരു പേര് പരിഗണിക്കപ്പെടുകയാണെങ്കിൽ അത് മന്ത്രിസഭയിലേക്ക് പോലും ഇല്ലാതെ മാറി നിൽക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് ഇരുവർക്കും ഉള്ളത് എന്നാണ് ഇരുവരുടെയും ക്യാമ്പുകളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അത്തരത്തിൽ അല്ലെങ്കിൽ അവരുടെ ക്യാമ്പുകൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ അത്തരം ഒരു തീരുമാനം അത് ഇന്നത്തെ യോഗത്തിൽ പറയുകയാണെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാക്കും കാര്യങ്ങൾ. കാരണം ഈ ഒരു വിജയത്തിന്റെ മതിപ്പ് കെടുന്ന ഒരു സാഹചര്യം തന്നെ കെടുത്തുന്ന തരത്തിലേക്കായിരിക്കും അത്തരം സാഹചര്യങ്ങൾ പോവുക. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഹൈക്കമാൻഡ് ഒരുപക്ഷെ ആ ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒരുപക്ഷെ ആ ചർച്ച ഇത്രയും നീളുന്നത് തന്നെ അത്തരം വിഷയങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കുമല്ലോ. തീർച്ചയായും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ആ ചർച്ചകൾ നീങ്ങുന്നത്. നമുക്ക് കാണാം 1.5 മണിക്കൂറിലേറെ പിന്നിട്ടിരിക്കുന്നു ആ ചർച്ചകൾ. ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചർച്ചകളിലേക്കും കാര്യങ്ങൾ നീങ്ങുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഒന്നിച്ചുള്ള ചർച്ചയിൽ ധാരണ ആയിട്ടില്ല എങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചർച്ചകളായിരിക്കും നടത്തുക. അതിലും ഈ കാര്യങ്ങളെല്ലാം തന്നെയായിരിക്കും നേതാക്കൾ അറിയിക്കുക. അങ്ങനെയെങ്കിൽ അത് കുറച്ചുകൂടി ഒരു ഇൻറ്റിമേറ്റ് ആയുള്ള കാര്യങ്ങൾ സംസാരിച്ചേക്കും. മറ്റ് നേതാക്കൾ ആകുന്നതിലുള്ള എതിർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേതൃത്വമായി ആ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചർച്ചകൾ പങ്കുവയ്ക്കാനാണ് സാധ്യത ഉള്ളത്. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഫോർമുല, ഹൈക്കമാൻഡിന്റെ ഫോർമുല മുന്നോട്ട് വയ്ക്കുക. അത് എന്ത് എന്നുള്ളത് പ്രധാനമാണ്. അത് ടേം വ്യവസ്ഥയിലാകുമോ, അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി പദമാകുമോ, അല്ലെങ്കിൽ മന്ത്രി പദങ്ങൾ അവർക്ക് മറ്റ് മികച്ച വകുപ്പുകൾ നൽകാം എന്നുള്ള ഒരു ധാരണയാകുമോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നിലവിൽ പരിഗണനയിലുള്ളത്. മറ്റ് പദവികൾ എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കമാൻഡിന് വാഗ്ദാനം ചെയ്യാൻ കഴിയുന്നതിൽ പരിമിതിയുണ്ട്. ഇതിൽ ഏത് തരത്തിൽ ഒരു ഫോർമുല ആയിരിക്കും അംഗീകാരം ലഭിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് മല്ലികാർജ്ജുൻ ഖർഗെക്കൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം ഈ ഘട്ടത്തിൽ എന്താകുമെന്നുള്ളത് തന്നെയാണ്. കാരണം ഖർഗെയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെയായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകളിൽ ഈ ഖർഗെയുടെ വീട്ടിലാണ് നേതാക്കൾ എത്തുകയും ഏറ്റവും ഒടുവിലായി ആ ചർച്ചകൾ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഖർഗെ പറഞ്ഞത് MP-മാർ മത്സരിക്കേണ്ടതില്ല, അങ്ങനെ സംസ്ഥാനത്തെ മറ്റൊരു ഉപ തെരഞ്ഞെടുപ്പുകളിലേക്ക് തള്ളിവിടുന്നത് അത് പാർട്ടിയെ മൊത്തത്തിൽ ബാധിക്കുന്ന തരത്തിലൊരു സ്റ്റാൻഡായിരുന്നു അന്ന് ഖർഗെ എടുത്തിട്ടുണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധിയും ഏറെക്കുറെ അതിനെ പിന്തുണച്ചിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹൈക്കമാൻഡ് ഇപ്പോൾ KCയെ മുന്നോട്ട് വെച്ചിരിക്കുന്നു. അങ്ങനെ KC ആവുകയാണ് എങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിലേക്ക് അടക്കം എന്ത് തീരുമാനത്തിലേക്കായിരിക്കും ഹൈക്കമാൻഡ് എത്തുക, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ VD സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ മുന്നോട്ട് വെച്ചിരിക്കുന്ന അവരുടെ അഭിപ്രായങ്ങൾ അത് ഏതെങ്കിലും രീതിയിൽ ഒരു മാനദണ്ഡം എന്ന നിലയിൽ പരിഗണിക്കുമോ നടക്കമുള്ള ചോദ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഈ നേരത്തെ MP-മാർ മത്സരിക്കേണ്ടതില്ല, അത് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വഴിവെക്കും, ജനങ്ങൾ
ജനങ്ങൾക്ക് ജനവികാരം എതിരാകും എന്നുള്ളതായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ ഈ വസതിയിൽ അന്ന് അർദ്ധരാത്രിയോടെയാണ് ചർച്ചകൾ നടന്നത്. ആ ചർച്ചയിലെടുത്ത 2 മണി വരെ ആ ചർച്ചകൾ നീളുകയും അതെ അങ്ങനെ തീരുമാനമെടുത്ത ഒരു ഖാർഗെ ഇപ്പോൾ KC വേണുഗോപാലിന്റെ പേര് കൂടുതൽ MLA-മാർ പിന്തുണയോടുകൂടി ഹൈക്കമാൻഡ് ഒരു നിർദ്ദേശമായി മുന്നോട്ട് ഈ യോഗത്തിൽ വരുമ്പോൾ സമാനമായ സാഹചര്യത്തിലേക്ക് വരികയാണ്. ഒന്നല്ല 2 ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടിവരും. കൂടാതെ KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് പ്രവർത്തന മണ്ഡലം മാറ്റുമ്പോൾ ഡൽഹിയിൽ ഒരു സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയുടെ പദവിയിലും ഒഴിവുണ്ടാക്കും. ഇതെല്ലാം തന്നെ നികത്തേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നു. കൂടുതൽ സങ്കീർണമായി പാർട്ടിക്ക് കൂടുതൽ വരും ദിവസങ്ങൾ കൂടുതൽ ചർച്ചയിലേക്കും ഒരു പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോഴും ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂല തീരുമാനമെന്ന നിലയിൽ മുന്നോട്ട് വയ്ക്കുക ഒരുപക്ഷെ KC വേണുഗോപാലിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുള്ള മറ്റ് MLA-മാരുടെ ഒരു വലിയ പിന്തുണ തന്നെയായി. തീർച്ചയായും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അനുകൂലവും പ്രതികൂലവുമായ ഘടകങ്ങൾ ഒട്ടേറെയുണ്ട് KC വേണുഗോപാലിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം ഒരു പേര് നിർദ്ദേശിക്കട്ടെ എന്ന ഒരു ഫോർമുല ഒരു പക്ഷേ ഈ നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ ആവശ്യപ്പെട്ടേക്കാം ഇന്നത്തെ യോഗത്തിൽ എന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ആരുടെ പേര് ഈ ബാക്കിയുള്ള 2 പേരിൽ ആരുടെ പേര് മുന്നോട്ട് വയ്ക്കും എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ പേര് മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതകളാണ് നിലവിൽ ഉള്ളത്. അത് എത്രത്തോളം VD സതീശൻ അംഗീകരിക്കും എന്നുള്ളതും പ്രധാന. അവിടെ മാനദണ്ഡമാകുന്നത് ഒരുപക്ഷെ ഈ പറയുന്നത് പോലുള്ള സീനിയോറിറ്റിയാണോ അവിടെ മാനദണ്ഡമാകുന്നത്, അല്ലെങ്കിൽ ഈ അനുകൂലമായിട്ടുള്ള ഒരു ജനവികാരമാണോ അവിടെ മാനദണ്ഡമാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യമായി ഉയരുന്നത്. അതെ, കേരളത്തിന്റെ വിഷയത്തിൽ എന്തായിരിക്കണം മാനദണ്ഡം എന്നുള്ളത് ഹൈക്കമാൻഡ് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അത് KC വേണുഗോപാൽ കൂടി ഉൾപ്പെട്ടതാണ് ഹൈക്കമാൻഡ് എന്നുള്ളത് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇതിന്റെ ഒരു വേണുഗോപാൽ കൂടി ഉൾപ്പെട്ട ഹൈക്കമാൻഡ് മുന്നോട്ടേക്ക് നിർദ്ദേശിക്കുന്നത് KC വേണുഗോപാലിന്റെ പേര് തന്നെയാണ്. അപ്പോൾ അതിൽ അവിടെ കൊടുമ്പിരി കൊണ്ട് ചർച്ച നടക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. 4 മണിക്ക് ചർച്ച തുടങ്ങിയത് 5:30 ആവുന്നു ഇപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.